ഹലോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഒരുപാട് ദിവസങ്ങളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കണേ ഒരു വെറൈറ്റി ഐറ്റമായ ഒരു 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് ഞാൻ 1.5 ഗ്ലാസ് അരി കഴുകി വാരി ഇതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടിയത്, ചുമന്നുള്ളി, തേങ്ങ കൊത്തിയെടുത്തത്, ചെറുതായിട്ട് കൊത്തിയെടുത്തത്, പിന്നെ വെളുത്തുള്ളി, ജീരകം, ഉഴുന്നാട്ടോ. ഈ 1.5 ഗ്ലാസ് അരിക്ക് ഇതിന് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കണേ. അപ്പോൾ ഇതിന് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കലത്തപ്പം. ഞങ്ങളുടെ രീതിയിലൊക്കെ എങ്ങനെ കലത്തപ്പം ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. പിന്നെ കറിവേപ്പില വേണം കേട്ടോ. കറിവേപ്പില വേണം, വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം. അപ്പോൾ ഞാൻ ഈ അരി ഒന്ന് ക്രഷ് ചെയ്തൊന്ന് പതുക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഇത് ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് കഴുകി വാരിയിട്ട് വേണം വറുക്കാൻ. നമ്മളങ്ങനെ തന്നെ കഴുകാതെ വറുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കഴുകാതെ വറുത്താൽ പിന്നെ ഇത് കഴുകുമ്പോൾ പൊടിക്കുമ്പോൾ ഇത് കുഴഞ്ഞിരിക്കില്ലേ. അപ്പോൾ അത് കഴുകി വാരിയിട്ട് വേണം പൊടിക്കാൻ. ഉഴുന്ന് കഴുകി വാരി ഞാൻ ഗോൾഡൻ കളറാകുന്നേരം വറുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫൈനായിട്ട് പൊടിക്കണ്ട, പതുക്കെ ഒന്നങ്ങ് പൊടിച്ചാൽ മതി. അരി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുക്കണം. തേങ്ങയും ഉള്ളിയും കൂടി നമുക്കൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. കാക്ക എൻ്റെ പെരപ്പുറത്ത് കിടന്ന് പൊളിക്കും കേട്ടോ. നമുക്കിത് തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് പോകാം. ശരിക്കും ഈ അപ്പം മറ്റേ പെസറായിക്കും 40 വെള്ളിയാഴ്ചയും പകുതി നൊയമ്പിനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഇവിടെ പോവുമല്ലേ, ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കണേന്ന്. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കണേ. വേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് വറക്കണം. ഇത് തേങ്ങ ഒരു പകുതി വേവാവുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കട്ടെ. ഉള്ളി ഇതുപോലെയാണ് അരിഞ്ഞേക്കണേ. ഇതെല്ലാം കൂടി ആവശ്യത്തിന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് ഫൈനായിട്ടൊരപ്പം ഉണ്ടാക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് മതി വേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളപ്പൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പാലിൽ മുക്കി കഴിക്കണ അപ്പം അത് അന്ന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അത് ഞങ്ങൾ നൈസ് പൊടിയുന്നുണ്ട്, അത് അന്ന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇത് ഉള്ളിയൊക്കെ ഇട്ട് വാടിയ സമയത്ത് ഞാൻ ഉഴുന്ന് വറുത്തത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സാമാന്യം ഒരു കുടം വെളുത്തുള്ളി, ഒരു 2 ടീസ്പൂൺ ജീരകം കൂടി ഞാൻ പൊടിച്ചു. ഇനി അതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കാൻ. പിന്നെ എല്ലാവരും പറയും എൻ്റെ വീഡിയോ ലോങ് വീഡിയോ ആയി പോണു. പക്ഷെ ഞാനിങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോൾ അത് ലോങ് ആയി പോണതാണ്. ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യണതല്ല. കുറേ ദിവസങ്ങളായില്ലേ നിങ്ങളെ കണ്ട്. എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ഛൻ പോയേക്കുമായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെ ഓരോ സ്ഥലത്തൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ തിരക്ക് കാര്യങ്ങൾ ഒക്കെ ആയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, സമയം കിട്ടിയില്ല. പിന്നെ വീഡിയോ എടുക്കാതിരുന്നാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ടാണ് ഇന്ന് ഞാൻ ഇതിലേക്ക് ഇനി എനിക്കൊരു അച്ചാറിടണം. അച്ചാറിടാനായിട്ട് ഇപ്പം ഞാൻ നാള് മാങ്ങ അച്ചാറിട്ടു, പാവയ്ക്ക അച്ചാറിട്ടു. ഇന്നിപ്പോൾ ഒരു ബീറ്റ്റൂട്ടും കൊണ്ട് നമുക്കൊരു അച്ചാറുണ്ടാക്കണം. നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട്
നമ്മുടെ മാവിലേക്ക് ഇതങ്ങോട്ട് ഊറ്റി ഒഴിച്ച് കൊടുക്കാം. ഊറ്റി ഒഴിക്കാന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് എണ്ണ കൂടാണ്ട് ഒഴിക്കാം കേട്ടോ. എണ്ണ വെളിച്ചെണ്ണ ഇതിനകത്ത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നല്ല തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റായിരിക്കും. വെളിച്ചെണ്ണയിൽ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പൊള്ളും. ഈ വെളിച്ചെണ്ണ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് വേറെ ആവശ്യമുണ്ട്. വെളിച്ചെണ്ണ അവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർന്നേക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളി, ജീരകം, ചുവന്നുള്ളി, തേങ്ങ, ഉഴുന്ന് സാധനങ്ങളാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഇത് പെട്ടെന്ന് ഇതിൻ്റെ വെള്ളം വരിഞ്ഞു വരുന്ന ഒരു മാവ് ഉണ്ടാക്കാം. പെട്ടെന്ന് വെള്ളം വരിഞ്ഞു വരും കേട്ടോ. കാരണം ഉഴുന്നല്ലേ, ഉഴുന്ന് വറുത്തേക്കുക. അപ്പോൾ നമുക്ക് ഈ വെള്ളം, ഞാനിത് മറ്റേ ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ച് കഴിഞ്ഞപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളം കേട്ടോ. പിന്നെ ഇത് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കും. വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. മാവ് കണ്ടോ ഭയങ്കര തിക്കായി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിക്കായി മാവ്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പാൻ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഉഴുന്ന് വറുത്ത് ചേർക്കുമ്പോൾ ഇത് ശരിക്കും. പിന്നെ നമ്മൾ വെള്ളം ചേർക്കാണ്ടാണല്ലോ അരി ഉഴുന്നും കൂടെ പൊടിക്കുകയല്ലേ ചെയ്തത്, വെള്ളത്തിൽ ഇറക്കിയല്ലല്ലോ ചെയ്തത്. അപ്പോൾ അല്പവും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇഡ്ഡലിയുടെ പാകമല്ല കേട്ടോ. നമുക്ക് അത്ര അങ്ങോട്ട് ലൂസ് ആവണ്ട, എന്നാൽ അത്യാവശ്യം ലൂസ് ആവുകയും വേണം. ഇതിൻ്റെ മാവ് ഇരിക്കും തോറും കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണേ. ഞാൻ കുറച്ച് ഇരുന്ന വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടായിട്ടോ. നമുക്കിത് വെളിച്ചെണ്ണ കിടന്ന് വേണം ഇത് വേവാനായിട്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. വേവട്ടെ. ഇതിൽ വീണ്ടും വെള്ളം ചേർക്കേണ്ടി ഒരു കാരണം ഇതിരിക്കുന്നതോറും വെള്ളം പറ്റിപ്പോകും. അവിടെ ഇരുന്ന് വേവട്ടെ. തീ ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി വെന്ത് കരിഞ്ഞു പോകും. മോൾ ഭാഗം ഇത് ഞാൻ തിരിച്ചിട്ടു കേട്ടോ, മറിച്ചിട്ടു. അടിഭാഗം വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് മറിച്ചിട്ടു. ഇത് നമുക്ക് ഒരു കുറച്ച് സമയം തീ ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് പണ്ട് ഞങ്ങളെങ്ങനെ ഉണ്ടാക്കണമായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അടപ്പത്ത് ഉരുളി വെച്ചിട്ട് ഇതെല്ലാം ശരിയാക്കി മാവൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഉരുളിയിൽ മറ്റേ ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് വരട്ടി എടുത്തു കഴിഞ്ഞിട്ട് ഉരുളിയിലിട്ടാണ് അതിൻ്റെ മീതെ സിമെൻറ്റ് ചട്ടി, ഒന്നുമില്ല പുതിയ സിമെൻറ്റ് ചട്ടി വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മുടെ വറകലം ഇല്ലേ, വറകലം, ആ വറകലത്തിൻ്റെ മീതെ തീയിട്ട്. ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ അന്തരീക്ഷത്തിന് ചൂടൊക്കെ ഇല്ലേ. പണ്ടൊന്നും ഇത്ര എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയുടെ അമ്മ ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കണതും ഇവിടെ വന്നപ്പോൾ അമ്മച്ചി നോയമ്പൊക്കെ പിടിച്ച് കഴിഞ്ഞ് കഷ്ടാൻ വാഴ്ചയിൽ പെസഹ വാഴ്ച ഉണ്ടാക്കും, അല്പം വെള്ളിയാഴ്ച ഉണ്ടാക്കും. അപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ, ഭയങ്കര ടേസ്റ്റാണ്. കാരണം നമ്മൾക്ക് കൊല്ലത്തിലൊരു സമയത്ത്, ഒരു വർഷത്തിലൊരു സമയത്തല്ലേ ഇത് തിന്നാൻ കിട്ടണുള്ളൂ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്.
പക്ഷെ 40-ാം വെള്ളിയാഴ്ച ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പെസഹ ആഴ്ചയ്ക്ക് അത്രയും ഒരു ടേസ്റ്റ് പോരാ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മളിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടോ. ഇത് അടിയിലൊന്നും പിടിച്ചില്ല, കണ്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റണം. ബാക്കി ഇരിക്കണം. നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. മാവിലും വെളിച്ചെണ്ണ ഉണ്ട്, എന്നാലും നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ അപ്പം ഞാൻ 1.5 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ഉഴുന്നും 1 മുറി തേങ്ങയും 1 മുറി തേങ്ങയും അല്പം ജീരകമൊക്കെ ചേർത്തുണ്ടാക്കിയ അപ്പം എത്ര എണ്ണത്തിനുണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ 2 എണ്ണത്തിനുള്ളൂ, ബാക്കിയില്ല. അപ്പോൾ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പരത്തി ഫുള്ളായിട്ട് അത് പതുക്കെ ഇരുന്ന് വേവട്ടെ. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ചില്ലെങ്കിൽ ഉണ്ടോ വെളിച്ചെണ്ണ മുകളിലേക്ക് വരണ്ട്. 2 എണ്ണത്തിനില്ല, അപ്പോൾ 6 എണ്ണത്തിനാക്കി നമ്മുടെ അപ്പം കണ്ടോ. അപ്പോൾ അതേ ഞാൻ രണ്ടാമതുണ്ടാക്കിയ അപ്പം ഫൈനായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഞാൻ തിരിച്ചിട്ട് മറിച്ചിട്ടും വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് ചോദിച്ചാൽ, അരി ഞാനൊരു 3 മണിക്കൂർ സമയം കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ, കുതിരാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് തൊട്ടിയിൽ വാരി വെച്ച് അത് ഒന്ന് പുട്ടിൻ്റെ പൊടി അത്രയും വേണ്ട, അവലോസ് പൊടിയുടെ പരുവത്തിനാണ് ഞാനിത് പൊടിച്ചെടുത്തത്. തീരെ നൈസ് പൊടിയായ അപ്പം ശരിയാവില്ല എന്നുള്ളതാണ്. ഞങ്ങളങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട എന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.